അപ്പോൾ ഇങ്ങനെ ഈ ഒരു ദിവസം തുടങ്ങുന്നത് നല്ല മഴയായിട്ടാണ്. നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു വ്ളോഗും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഈ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല റെസിപ്പീസും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഞാൻ എമ്മിന് സ്കൂൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുക ക്ലീനിങ്ങിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കഴിഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റത്ത് നല്ല അടിപൊളി പൂക്കൾ കണ്ടപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം. അങ്ങനെ മീൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ, കടുക് ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് സാധാ നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഞാനതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഒന്നും പറയണില്ല, കാരണം ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മറ്റ് വ്ളോഗിലൊക്കെ മീൻ കറിയുടെ റെസിപ്പി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കണ മാത്രമേ ഉള്ളൂ കേട്ടോ. മീൻ കറി വെക്കാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഏതാ മീനെന്ന് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. കഷ്ണം മീനാണ് കേട്ടോ. മീനിൻ്റെ തലഭാഗം ഒക്കെയാണ് കറിക്ക് കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. ഈ കഷ്ണം മീനിൻ്റെ കറിയാവുമ്പോൾ തലഭാഗം നല്ല ടേസ്റ്റാണ്. ബാക്കി ഭാഗം നമ്മൾ മെയിനായിട്ട് പൊരിക്കാനാണല്ലോ എടുക്കുക. പിന്നെ ഉപ്പേരി വെക്കണം. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടും കയ്പ്പയ്ക്കും അരിയുന്നുണ്ട്. ബീട്രൂട്ട് മെയിനായിട്ട് ഞാൻ മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ കേട്ടോ. വേറെ ആർക്കും ബീട്രൂട്ട് വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കയ്പ്പയ്ക്ക അതിൻ്റെ കൂടെ വേറെ ഉപ്പേരിയായിട്ട് വെക്കുന്നുണ്ട്. കയ്പ്പയ്ക്ക ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്.
ഫൈനലായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ കൈപ്പയ്ക്കും ബീറ്റ്റൂട്ടും കൂടെ രണ്ടും ഉപ്പേരിയായിട്ട് വെക്കണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചങ്ങോട്ട് വെച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ കൊടുക്കുമ്പോൾ തേങ്ങാവെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ശീലമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ തേങ്ങ കൊടുക്കുമ്പോൾ എനിക്ക് ആകെയുള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങാവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് തേങ്ങയ്ക്ക് ചിരവിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്പേരിക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് വറവിടാൻ വേണ്ടിയിട്ടാട്ടോ തേങ്ങ ചിരവണത്. അപ്പോൾ കുറച്ച് തേങ്ങ മാത്രമേ അതിലേക്ക് ആവശ്യമുള്ളൂ. കുക്കിങ്ങിൻ്റെ ഒരു യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം മോറലും ക്ലീനിങ്ങും തുടക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി കണ്ടില്ലേ, മീൻ തലയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ കറി ഒക്കെ വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ലഞ്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കറി എന്ന് പറയുന്നത് തലേ ദിവസത്തെ ചേമ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ അതും ചൂടാക്കി നമ്മൾ ലഞ്ചിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു നാടൻ ഐറ്റംസൊക്കെ കൂട്ടിയിട്ട് ലഞ്ച് കഴിക്കാവും ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും, അതും അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട്. പിന്നെ ഗൾഫിലുള്ള ആളുകൾ പൊതുവേ ഈ ഒരു നാടൻ ഐറ്റംസ് കൂട്ടാനായിരിക്കും ആഗ്രഹിക്കുക. അപ്പോൾ അവർക്കും അത് നല്ല ഇഷ്ടമായിരിക്കും. അങ്ങനെ ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എമിന് വന്നിട്ടുണ്ടായിരുന്നു. എമിൻ്റെ വണ്ടി 3:30 ആകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓന് വന്ന് ഓനോട് കുറച്ച് നേരം സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓൻ അകത്തേക്ക് കയറുക കേട്ടോ. സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് തന്നെ സംസാരിക്കും, എന്നിട്ടേ അകത്തേക്ക് കയറുള്ളൂ. ഷുഗർ ടീച്ചറോ? പനിയോ? പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സമയം എന്ന് പറയുന്നതാണ് ഈ ടീ ടൈം അല്ലേ. ഒരു ദിവസത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് ആ ഒരു ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അധികം മാവ് ശരിയാവാറില്ല. അപ്പോൾ ഇന്നും തന്നില്ല, മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ പഴംപൊരിയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇന്നത്തെ ഈവനിങ്ങും കഴിഞ്ഞു. പിന്നെ നൈറ്റത്തെ കാര്യങ്ങളൊന്നും ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നൈറ്റും പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിന് ഉണ്ടാക്കിയ ഐറ്റംസ് തന്നെയായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ദിവസത്തെ വ്ളോഗ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നല്ല കുറേ വിശേഷങ്ങളായിട്ട് പുതിയൊരു വ്ളോഗുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.